ലോകമെമ്പാടും ഇന്ന് ടെലിവിഷനിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ഒരു ഞായറാഴ്ചത്തെ സന്ദേശം കൂടെ കേൾക്കുവാൻ കർത്താവ് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ പിരിയാതെ ഉള്ളതുകൊണ്ടാണ് ഈ കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നത്. തിടുക്കമുള്ളത് കൊണ്ട് വേഗത്തിൽ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, കൊരിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ 27-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കുക. കൊരിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. നോക്കണേ, ദൈവത്തിന്റെ ഓരോ കാര്യപരിപാടി ശ്രദ്ധിക്കണമേ. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തിട്ട് കാര്യമുണ്ടോ? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ജ്ഞാനമില്ലാത്തതിനെ തിരഞ്ഞെടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങളോ ഞാനോ ഒക്കെ ബലമുള്ള ഒരാളുമായി യുദ്ധത്തിന് പോകുമ്പോൾ എന്താ ചെയ്യാറ്? അതിലും ബലമുള്ള ആളെയല്ലേ കൂട്ടിന് പിടിക്കുന്നേ? ആണോ അല്ലയോ? പറയൂ, ഉറക്കെ പറയൂ. അതിലും ബലമുള്ള ആളെയല്ലേ കൂട്ടുപിടിക്കുന്നേ? ബുദ്ധിയുള്ളവർ തമ്മിൽ ഉരസുമ്പോൾ, തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിലും ബുദ്ധിയുള്ളവനെ അല്ലേ നമ്മൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നേ? പക്ഷെ ഇവിടെ ദൈവത്തിന്റെ നടപടി നിങ്ങളൊന്ന് കണ്ടേ. 27-ാം വാക്യം, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് ആടെ കിടക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ജ്ഞാനികളെ തെരഞ്ഞെടുത്തു എന്നല്ല, ഭോഷത്വമായതിനെ. ഒന്ന് പറഞ്ഞേ, ഭോഷത്വമായതിനെ. ഉറക്കെ പറ, ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, പറഞ്ഞേ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. കർത്താവേ, ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലാകുന്നില്ല. ഞങ്ങളൊക്കെയാണ് ജ്ഞാനികൾക്കെതിരെ സംസാരിക്കാൻ പോയാൽ അതിൽ ജ്ഞാനമുള്ളവരെ കൂടെ കൂട്ടും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ബലവാന്മാർക്കെതിരെ പോയാൽ അതിലും ബലമുള്ളവരെ കൈക്കലാക്കും, അവനെ തകർക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ കർത്താവേ, അങ്ങെന്താണ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തത്? ബലഹീനമായതിനെ, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ അങ്ങെന്താ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തേ? ഒരു വലിയ മർമ്മം ഇവിടെ ഉണ്ട്, നിങ്ങളിത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു വാക്യം ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. 25-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും, അതുകൊണ്ടാ ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ രഹസ്യം മനസ്സിലാക്കി കാണും. ദൈവം ലോകത്തിൽ എന്തിനാ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്ത്? മനുഷ്യന്റെ ഭോഷത്വം ദൈവത്തിന്റെ ഭോഷത്വത്തെക്കാൾ ജ്ഞാനമേറിയതാണ്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാൽ, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതാണെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്തായിരിക്കും? ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതാണെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്തായിരിക്കും? ഇല്ല, നിങ്ങൾക്കത് കിട്ടിയില്ല. ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യനേക്കാൾ വിലയേറിയതാണെങ്കിൽ, മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ വിലയേറിയതാണെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം എത്രയധികമായിരിക്കും? അപ്പൊ നിങ്ങൾക്കും എനിക്കും കിട്ടിയത് ഈ ജ്ഞാനമാണ്. ഏത് ജ്ഞാനം? യേശു ആകുന്ന ജ്ഞാനം. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്തു. ഒരു വാക്യം അതിന്റെ മേളിൽ നിന്ന് നിങ്ങളൊന്ന് അറിയാനായിട്ട് ഞാൻ അടുക്കുകയാണ്. ജ്ഞാനി എവിടെ? 20-ാമത്തെ വാക്യം. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ശ്രദ്ധിച്ചു കേട്ടെ, ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. അടുത്തത്, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട്. കണ്ടോ. അപ്പൊ എന്തുകൊണ്ടാ ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയതെന്ന് ആ വാക്യത്തിലുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി, ദൈവത്തിന് ഇഷ്ടം തോന്നി. കണ്ടേ ആ ദൈവത്തിന്റെ ആ സ്ട്രാറ്റജി നിങ്ങളൊന്ന് കണ്ടേ.
വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ, പ്രസംഗത്തിന്റെ ശ്രേഷ്ഠതയാലെന്നല്ല, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു ബുദ്ധിയില്ലാത്തവൻ, ഒരു വിവരവും ഇല്ലാത്തവൻ പറയുന്നത് എന്നായിരിക്കും? ഭോഷത്വമായിരിക്കും അല്ലേ? പക്ഷെ ആ ഭോഷത്വത്തിലൂടെ പോലും ഇവിടെ ദൈവം ലജ്ജിപ്പിക്കാതെ ആത്മാക്കളെ വിടുവിക്കാൻ, പാപികളെ രക്ഷിക്കാൻ ദൈവം പദ്ധതിയിട്ടു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇവിടെ എന്താണ് ഈ അധ്യായത്തിലെ വിഷയം? ഈ അധ്യായത്തിൽ നല്ല 1-2 അധ്യായം കൊരിന്ത്യ ലേഖനത്തിലെ വിഷയം എന്താണ്? നിങ്ങൾ അതിനെ ഒന്ന് ഗൗരവമായി മനസ്സിലാക്കിയാട്ടെ. അതിതാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം യേശുവിലാണ്. ആ ജ്ഞാനമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്ന സുവിശേഷത്തിലൂടെ നിങ്ങൾ സ്വീകരിച്ച ജ്ഞാനം. ഈ ജ്ഞാനം നിങ്ങളിൽ വരാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ ജ്ഞാനം വരാൻ നിങ്ങളിൽ ഒരു യോഗ്യതയില്ലായിരുന്നു. ആ യോഗ്യത ഇല്ലായിരുന്നു എന്നുള്ളതിനോട് ബന്ധപ്പെട്ടുള്ള വാക്യങ്ങൾ താഴെയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം. ആ വാക്യങ്ങൾ പെട്ടെന്ന് 27-ാമത്തെ വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ദൈവം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് ഭോഷത്വമായതാണ് കേട്ടോ. എന്തിനാ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുക. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ഭോഷന്മാരെ കൊണ്ട് ദൈവം എന്ത് ചെയ്യുക? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുക. ജ്ഞാനികൾക്ക് പോലും ഉത്തരം തരാൻ കഴിയാത്ത ചോദ്യം ദൈവം ഭോഷന്മാരുടെ നാവിൽ കൊടുക്കുന്ന ദിവസങ്ങളായത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് ആശയം മനസ്സിലായി? ഒരു കഴിവും ഇല്ലാത്ത നിന്നെ എല്ലാ കഴിവുമുള്ളവനാക്കി നിർത്തുന്ന കൃപയാണ് ഈ വാക്യം. ഇവിടെ ഈ വാക്യത്തിൽ തുടങ്ങുമ്പോൾ നോക്കിക്കേ, ഭോഷത്വമായതിനെയാ ദൈവം തെരഞ്ഞെടുത്തത്. പക്ഷേ ദൈവം നിർത്തിയത് ഭോഷത്വമായതിനെയല്ല, ജ്ഞാനിയെയാണ്. ഹല്ലേലൂയ. ബലഹീനമായതിനെയാ ദൈവം തെരഞ്ഞെടുത്തത്. പക്ഷെ ദൈവം നിർത്തിയത് ബലഹീനമായതിനെയല്ല, ബലമുള്ളതിനെയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇനി 28-ാമത്തെ വാക്യം നോക്കിക്കേ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ. കണ്ടോ? ഉള്ളതിനെ, ശ്രദ്ധിച്ചു കേട്ടേ വാക്ക്. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും, കണ്ടോ, തെരഞ്ഞെടുത്ത കാര്യം പറയാ, കുലഹീനവും നികൃഷ്ടവുമായതും. കുലഹീനവും നികൃഷ്ടവും. ആ 2 പദം ഒന്ന് പറഞ്ഞേ. കുലഹീനവും, ഹീനകുലവും. അത് തന്നെയാണ്. ഹീനകുലവും നിസ്സാരങ്ങളായതും ഏതുമില്ലാത്തതും. ഒന്ന് പറഞ്ഞേ. ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. അപ്പൊ കുലഹീനമായതിനെ ആരെങ്കിലും തെരഞ്ഞെടുക്കുവോ? പറ. നിങ്ങളോ ഞാനോ കുലഹീനമായി തെരഞ്ഞെടുക്കുവോ? നിങ്ങളൊരു ഫ്രൂട്ട്സ് മേടിക്കാൻ പോയി, ചീഞ്ഞ ഒരെണ്ണം നിങ്ങൾ വാങ്ങുവോ? പറയൂ എന്നോട്. ഒരു പോടുള്ള ആപ്പിൾ കണ്ടു, എന്നാ അത് എടുത്തേക്കാന്ന് വിചാരിക്കുവോ? പക്ഷെ കർത്താവ് അങ്ങനെ വിചാരിച്ചായിരുന്നു, നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമായിരുന്നോ? ഹല്ലേലൂയ. തിരിച്ചും മറിച്ചും തൂത്തും ഒക്കെ നോക്കും. ഇതിനെവിടെങ്കിലും ഒരു ചളക്കം വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഇതെനിക്ക് വേണ്ടെന്ന് പറയും. നിങ്ങൾ ഇങ്ങനെയാ തെരഞ്ഞെടുത്തേ. പക്ഷെ കർത്താവ് ഇങ്ങനെയല്ല തെരഞ്ഞെടുത്തേ. കർത്താവ് തെരഞ്ഞെടുത്തപ്പോ ഇപ്പൊ കാണാൻ നല്ല മിടുക്കനും സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുക. പക്ഷെ കർത്താവ് തെരഞ്ഞെടുത്തപ്പോ ഒന്ന് നോക്കിയേ, കുലഹീനം, നികൃഷ്ടം, ഒന്നുമില്ലായിരുന്നു. ഒന്ന് പറഞ്ഞേ, ഒന്നുമില്ലായിരുന്നു. ഞാൻ ചോദിച്ച കർത്താവ്, ഈ കുലഹീനവും നികൃഷ്ടവും ഏതും ഇല്ലാത്ത ഒന്നും ഇല്ലാത്തതിനെ എന്തിനാ തെരഞ്ഞെടുത്തേ? തൊട്ട് താഴത്തെ വാക്യത്തിൽ യേശു എന്നോട് പറഞ്ഞു, ആരും ദൈവസന്നിധിയിൽ ഒരു ചെടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ആരും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്തേ. ഈ കുലുക്കാരും കുലുക്കാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്തേ. കേട്ടവർക്കായി സ്തോത്രം. ഞാൻ, എൻ്റെ കുടുംബം, എന്റേത് എന്ന് പറഞ്ഞ് ഒരുത്തനും ഞെളിയാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്തേ. എങ്ങനെയാ ചെയ്തേ? ഒന്നുമില്ലാത്തതിനെ എടുത്ത് എല്ലാം ഉള്ളവനാക്കിയിട്ട് പറഞ്ഞു, ഈ ഉള്ളത് മുഴുവൻ ഞാൻ തന്നതാ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ഏതുമില്ലാത്തവനായിരുന്നു. ഞാൻ കുലഹീനനായിരുന്നു, പിന്നെ നികൃഷ്ടനായിരുന്നു. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ വെറുക്കപ്പെട്ടവനായിരുന്നു, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. ഒന്നിലും എനിക്ക് പുകഴുവാനും പ്രശംസിപ്പാനും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള എന്നെ തെരഞ്ഞെടുത്തതിലൂടെ കർത്താവിൻ്റെ ഉദ്ദേശം നടന്നു. എന്താണെന്നറിയോ? എന്നെ കണ്ടാൽ വല്ലവനും പറയും, ഒന്നുമില്ലാത്ത ഇവളെ എല്ലാം ഉള്ളവളാക്കി നിർത്തിയിരിക്കുന്നത് അവന്റെ കൃപയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അപ്പൊ ദൈവം തന്റെ കൃപയെ പ്രസിദ്ധമാക്കാൻ വേണ്ടിയാണ് ഒന്നുമില്ലാത്തതിനെ എടുത്ത് എല്ലാം ഉള്ളവനാക്കി നിർത്തിയത്. ഒന്ന് പറഞ്ഞേ, ഒന്നുമില്ലാത്തതിനെ എടുത്ത്
എണ്ണമുള്ളതാക്കി മാറ്റിയത് ആ. എന്റെ കൃപയെ പ്രസിദ്ധമാക്കുവാൻ ദൈവം കർത്താവിന്റെ കൃപയെ തന്റെ കൃപയെ പ്രസിദ്ധമാക്കുവാനായിട്ടാണ് അങ്ങനെ ചെയ്തേ. ചെയ്തത്. ഇന്ന് നിങ്ങളും ഞാനും ദൈവം ഭാഗം നിൽക്കുമ്പം, ഓ ഹല്ലേലൂയ, നിങ്ങൾ ഞാനത് അറിയുന്നോന്ന് എനിക്കറിയത്തില്ല, വരും കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കേണ്ടതിന് ലോകത്തെ കാണിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുകയാണ്. ആമേൻ. ഒരു സംശയവും ഇന്ന് വേണ്ട. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതി ഏതാന്ന് വിഷയമില്ല. തെരഞ്ഞെടുക്കപ്പെടുന്നതോടെ നിങ്ങളുടെ സ്ഥിതി അങ്ങ് മാറുകയാണ്. കുലഹീനർ ഏത് കുലക്കാരന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും തലയെടുത്ത് നിൽക്കും. വലിയ കുടുംബമഹിമയൊക്കെ പറഞ്ഞു നിൽക്കുന്നവന്റെ മുമ്പിലും ഏറ്റവും വലിയവനായിട്ട് നീ നിൽക്കും. ഹല്ലേലൂയ. മതി എന്ന് പറയുവോളം നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവേ, ഈ ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ക്രിയ ഒന്ന് കണ്ടാട്ടെ. ആദ്യം മുതൽ നിങ്ങളൊന്ന് കേട്ടെ. ബലഹീനമായത്, പിന്നെ ഭോഷത്വമായത്, കുലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്. 6 ഏതുമില്ലാത്തത്. ഇതിനെല്ലാം കൂടെ തെരഞ്ഞെടുത്തത് എന്തിനാ കർത്താവേ? ഒരു വലിയ മർമ്മമുണ്ട് ഇവിടെ. നിങ്ങളത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായിട്ട് ഒരു വാക്യം കൂടെ നിങ്ങൾ 24-ാം വാക്യം ഒന്ന് കണ്ടാട്ടെ. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ വിളിക്കപ്പെട്ട ഏവർക്കും അടിവരയിടേണ്ട വാക്യമാണ്, മറന്നു പോകരുത്. വിളിക്കപ്പെടുന്ന ഏവർക്കും. ആ കാറ്റഗറി പറയുക. യഹൂദനാകട്ടെ, യവനനാകട്ടെ, ജാതിയാകട്ടെ. ജാതിയാ തുടങ്ങുന്നത് അല്ലേ? ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ഒന്ന് പറഞ്ഞേ, ദൈവശക്തിയും. നിങ്ങൾ പറയുന്നില്ല, എല്ലാവരും പറഞ്ഞേ, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. മടി കൂടാതെ അതരം തുറന്ന് പറയണം. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു വിളിക്കപ്പെടുന്ന ഏവർക്കും. അതാ എന്നോട് ചേർന്ന് പറഞ്ഞു, വിളിക്കപ്പെടുന്ന ഏവർക്കും. അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങളുടെ കാര്യമാ പറയുന്നേ. മടി കൂടാതെ പറ, നിങ്ങളുടെ കാര്യമാ പറയുന്നേ. ആ വിളിക്കപ്പെട്ടവരിൽ നിങ്ങളുണ്ട്. വിളിക്കപ്പെട്ടവരിൽ നിങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യമാ പറയുന്നേ. ഹല്ലേലൂയ. വിളിക്കപ്പെടുന്ന നിങ്ങൾക്ക് എന്തുവാവൻ? ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഞങ്ങൾ എന്താ പ്രസംഗിക്കുന്നത്? അതാ ഇവിടുത്തെ വിഷയം. ഞങ്ങൾ എന്താ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തിനാ ഭോഷത്തിനെ തെരഞ്ഞെടുത്തേ? ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ. ഈ ക്രിസ്തു ആരാ? ഈ ദൈവശക്തിയും ഈ ക്രിസ്തു ആരാ? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമായ എല്ലാ നിറവുമായ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ. അത് പ്രസംഗിക്കാൻ എന്നെ എന്തിനാ തെരഞ്ഞെടുത്തേ? ഞാൻ ആരായിരുന്നു തെരഞ്ഞെടുക്കുമ്പോ? ബലഹീനൻ, ഭോഷൻ, നികൃഷ്ടൻ, കുലഹീനൻ, ഏതുമില്ലാത്തവൻ. പറഞ്ഞേ, ഏതുമില്ലാത്തവൻ. എന്നെ തെരഞ്ഞെടുത്തേച്ചിട്ട് ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന ക്രിസ്തുവിനെ എന്റെ മേലിട്ടു. എന്റെ ബലഹീനത ബലത്തിന് വഴിമാറി. തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ എന്നെ എല്ലാരും കണ്ടിട്ട് പറഞ്ഞു, അയ്യോ അവനെയാണോ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്? അയ്യോ, ഒരു പഞ്ചായത്തിൽ പോലും നിർത്താൻ കൊള്ളില്ല, വോട്ടിന് പോലും ആരും അവന്റെ വീട്ടിൽ പോകാറില്ല. അയ്യോ, ഒന്നുമില്ലാത്തവൻ. ഒരു കുടുംബത്തിന്റെ പേര് പോലും കേട്ടിട്ടില്ല. ഏത് കുടുംബത്തിൽ നിന്നാ? ഓ, പറയാനൊന്നുമില്ല. ഏത് കുടുംബത്തിൽ നിന്ന്? ഒന്നുമില്ല. പക്ഷെ 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ അവനെ കണ്ടോ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേളിൽ അവന്റെ കുടുംബം കയറും. കുടുംബ മഹിമയുള്ള പലതും തല താഴ്ത്തി, ഒന്ന് തല കൈവെക്കാമോ ബ്രദറേ എന്ന് ചോദിച്ചു നിന്റെ അടുക്ക വരും. ഞെട്ടണ്ട, ഇതിങ്ങനെയാ, ഇവിടെ ഇങ്ങനാ. കരവടിച്ച യേശുവിനൊന്ന് ഭാഗത്തെ കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ആ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത്. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണം യേശുവാണ്.
ഈ ജ്ഞാനമാണ്, ഈ ദൈവശക്തിയാണ് സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണം. ഈ കൊരിന്ത്യ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പദമുണ്ട്, ജ്ഞാനം 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 ജ്ഞാനം. ഇപ്പൊ ഈ വാക്യത്തെ നിങ്ങൾ കണ്ടാൽ അറിയാം, ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ. ഇതിന്റെ ഈ മർമ്മം അറിയണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി മുമ്പോട്ട് പോകണം. 6-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ, 6-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 6-ാമത്തെ വാക്യം, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. കണ്ടോ, അവനിൽ. ആ വാക്യം ഒന്ന് ചേർന്ന് വായിച്ചേ പ്രിയരെ. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, യേശുവിൽ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഇതൊന്നും ഇല്ലാത്തവരായിരുന്നു, പക്ഷെ യേശുവിൽ വന്നപ്പോൾ ഈ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകലത്തിലും. ഒന്ന് നിർത്തി പറഞ്ഞ ആ വാക്ക്, അവനിൽ നിങ്ങൾ. പറഞ്ഞ യേശുവിൽ നിങ്ങൾ സകലത്തിലും. എന്നാ അത് പറയാത്ത? സകലത്തിലും. ഇത്രയും ജനം ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ, എന്നതായിരിക്കും ഇത്? ഒന്ന് പറഞ്ഞേ, സകലത്തിലും. യേശുവിൽ നിങ്ങൾ സകലത്തിലും. യേശുവിൽ നിങ്ങൾ സകലത്തിലും. സകലത്തിലും. സകലത്തിലും വിശേഷാൽ. സകലത്തിൽ എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയുകയാണ്, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. കിടക്കുന്നു, സമ്പന്നരായി തീർന്നു. ഹല്ലേലൂയ. ഇന്നൊന്ന് വായി തുറക്കാൻ കാത്തിരിക്കുക. ഈ സകല വചനവും പരിജ്ഞാനവും പുറത്തേക്ക് ഇറങ്ങാൻ ഈ സമ്പാദ്യം കിട്ടിയവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവനിലുള്ളതാ, അവനിൽ കയറിയപ്പോൾ തന്നെ കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. യേശു കർത്താവേ നന്ദി എന്ന് പറഞ്ഞു. ഇന്ന് യേശുവിലുള്ള സകല ദൈവമക്കളും ഈ മർമ്മം അറിയണം. ഈ മർമ്മം അറിയണം. നിങ്ങൾ യേശുവിലായപ്പോൾ, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ, നിങ്ങൾ ക്രിസ്തുവിലായപ്പോൾ നിങ്ങൾ സംഭവിച്ചെന്താണെന്നറിയോ? സകല ജ്ഞാനത്തിൻ്റെയും സകല പരിജ്ഞാനത്തിൻ്റെയും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇതാണ് നിങ്ങളുടെ സമ്പാദ്യം. സകല വചനത്തിലും സമ്പന്നരായി തീർന്നു. സകല പരിജ്ഞാനത്തിലും സമ്പന്നനായി തീർന്നു. മടിക്കാതെ പറ, സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഹല്ലേലൂയ. ഈ സമ്പന്നതയിൽ നിന്നാണ് നിങ്ങൾ എടുത്തു കൊടുക്കുന്നത്. ആമേൻ. ഈ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾ അവതാര്യം ധാരാളമായി കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ഒരുത്തൻ പ്രതിവാദം ചോദിക്കുമ്പോൾ നിങ്ങൾ അന്നേരം തപ്പിപ്പിടിക്കേണ്ട ആവശ്യമില്ല, നിന്നേച്ചാ മതി. ഈ സമ്പന്നതയിൽ നിന്ന് അത് ഒഴുകുവാൻ തുടങ്ങും. നിങ്ങൾ സംസാരിക്കുന്ന ജ്ഞാനത്തോട് ആരോടൊക്കെ വിരൽ ചൂണ്ടി കർത്താവ് പറയാൻ പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്ന ജ്ഞാനത്തോട് എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിയാത്ത നിലയിൽ ദൈവജ്ഞാനമാകുന്ന ക്രിസ്തു നിങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്ന ദിവസം ഇതാകുന്നു. കരമടിച്ചേശുവേ. ആ ജ്ഞാനം ഓരോ മക്കളുടെ മേലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സകല പരിജ്ഞാനത്തിലും സകല ജ്ഞാനത്തിലും സമ്പന്നരാക്കി കർത്താവ് പലരെയും ഇന്നും പകൽ യേശുവിന്റെ നാമത്തിൽ തീർത്തോണ്ടിരിക്കുകയാണ്. തുറന്ന് ഞാൻ പറയാം. നിങ്ങളെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വന്നാട്ടെ. യേശുവിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും. അയ്യോ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഒരുത്തനെ നിർത്തിയിട്ട് ഒരുത്തനെ രണ്ടിനെയും കൂടെ നിർത്താം. അങ്ങോട്ട് നിൽക്കണം. ഇവരെ നിർത്തിയിട്ട് ദൈവം പറയും, എന്നേലും ഒരു കുറവ് ചൂണ്ടിക്കാണിക്കാനുണ്ടെ കാണിക്കടാ. സകലത്തിലും. ആ പദം ആരൊക്കെയോ മോഷ്ടിക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന്. എനിക്കറിയാൻ കഴിയുന്നുണ്ട് ആരൊക്കെ ആ പദത്തെ പിടിച്ചെടുക്കുന്നുണ്ട്. സകലത്തിലും, ആത്മീയത്തിലും ഭൗതികത്തിലും, ആരോഗ്യ മേഖലയിലും ആത്മീക മേഖലയിലും, സ്വർഗീയവും ഭൗമികവും, ഇങ്ങനെ സകലത്തിലും ഞാൻ ഇവരെ സമ്പന്നനാക്കി നിർത്തിയിരിക്കുന്നു. എന്തിനാണെന്നറിയോ? പ്രശംസ എനിക്ക് കിട്ടാൻ. ഇവരെ കാണുന്നവർ എന്നെ കാണാൻ. ഞാനാ ഇവരെ ഇങ്ങനെ ആക്കിയതെന്ന് എല്ലാവരും അറിയാൻ.
അയ്യോ, ഇന്ന് ഏതും ഇല്ലാത്ത ചിലതിന്റെ മേൽ ആ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കഴിവുമില്ലാത്തതിന്റെ കയ്യിലൂടെ രോഗികൾ സൗഖ്യമാവുകയും ഭൂതങ്ങൾ പുറത്താവുകയും മരിച്ചവർ ഉയർക്കുകയും ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ശുശ്രൂഷകൾ. ഓ, കരമടിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞു. തുടങ്ങിക്കഴിഞ്ഞു. ഒരറ്റം മുതൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ ദൈവശക്തിയും ജ്ഞാനവുമായ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ നിങ്ങൾ ഒരു വാക്യം കൂടെ ഒന്ന് എന്റെ കൂടെ ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ, പക്ഷെ വിശ്വസിക്കുന്ന നമുക്കോ. 18ാമത്തെ വാക്യം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 18ാം വാക്യം ശ്രദ്ധിച്ചേ. ക്രൂശിലെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഒന്ന് പറഞ്ഞേ, അവർക്ക് ഭോഷത്വമാ, പക്ഷെ എനിക്ക് ദൈവശക്തിയാ. അവർക്ക് ഒന്ന് പറഞ്ഞേ, അവർക്ക് ഭോഷത്വമാ, പക്ഷെ വിശ്വസിക്കുന്ന എനിക്ക് ദൈവശക്തിയാ. വിശ്വസിച്ചപ്പോ തന്നെ ഈ ദൈവശക്തി നിങ്ങളുടെ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഏതാ ഈ ദൈവശക്തി എന്നറിയാമോ? ദൈവജ്ഞാനത്തിന്റെ, വചനത്തിന്റെയും സകല പരിജ്ഞാനത്തിന്റെയും സമ്പന്നത. അതായി ദൈവശക്തി. നിങ്ങളിത് വിശ്വസിക്കുമ്പോ തന്നെ ഇത് നിങ്ങളുടെ അകത്തുനിന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുക പുറത്തേക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ എത്ര പേര് അറിയുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്ന് ചിലരെ വിരൽ ചൂണ്ടി പറയാം. മനുഷ്യരുടെ മുമ്പിൽ ഏതും ഇല്ലായിരിക്കാം കേട്ടോ. മുമ്പിലൊക്കെ നിൽക്കുമ്പോ ഓ, ഇവനെയാണ് മുമ്പിൽ നിർത്തിയേക്കുന്നത്, കണ്ടേച്ചാ മതി എന്നൊക്കെ തോന്നിയേക്കും കേട്ടോ. പക്ഷെ ചിരിച്ചങ്ങ് കാണിച്ചേക്കണം. നമുക്കല്ല അറിയത്തുള്ളത് നമ്മൾ ആരാന്ന്. ആമേൻ, 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 ഹല്ലേലൂയ. ലജ്ജിപ്പിക്കാന്ന് വെച്ച് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിക്കേ. അപ്പ കാണാൻ തനിനിറം. ഹല്ലേലൂയ. തോൽപ്പിക്കാന്ന് പറഞ്ഞൊന്ന് ഇരുന്ന് ചർച്ചയ്ക്ക് വന്ന് നോക്കിക്കേ. മുട്ടിടിച്ചിട്ട് എഴുന്നേറ്റ് പോവും. എന്നാ കാര്യം എന്നറിയോ? ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളിൽ വന്ന ഒരു ജ്ഞാനമുണ്ട്, ഞങ്ങളിൽ വന്ന ഒരു അറിവുണ്ട്. അത് സ്വീകരിച്ചവർ മടിക്കരുത്. ഓ, യേശുവിന്റെ നാമം ജയം. മേശ ക്ലീൻ ചെയ്യാൻ, മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്ത ആളായിരുന്നു സ്തേഫാനോസ്. പക്ഷെ പ്രസംഗം അങ്ങ് തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, അവൻ സംസാരിച്ച ജ്ഞാനത്തോട് എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. 12 വയസ്സേ ഉണ്ടായിരുന്നുള്ള യേശുവിന് 30, 40, 60 വർഷം വേദപുസ്തകം തിരുവെടുത്ത് തിരിച്ചും മറിച്ചും പഠിച്ചവര് പോലും മുട്ടിടിച്ചു നിൽക്കുന്നു. ഇവൻ യോസഫിന്റെ മോനല്ലേ? ഇവൻ മറിയയുടെ പുത്രനല്ലേ? ഇവൻ എവിടുന്ന ഈ അറിവ് കിട്ടിയേ? ഇവൻ എവിടുത്തുകാരനാ? ഇവൻ അവിടുത്തുകാരനാ. ഈ അറിവ് യോസഫിൽ നിന്ന് കിട്ടിയതല്ല. ഈ അറിവ് മറിയിൽ നിന്ന് കിട്ടിയതല്ല. ഈ അറിവ് ഉയരത്തിൽ നിന്ന് ലഭിച്ചതാ. അത് ലഭിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓ, ഈ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിയാത്ത. ഹല്ലേലൂയ. ഈ അധ്യായത്തിന്റെ അവസാന വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഈ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പ 30 മുതൽ വായിച്ചോ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ പിതാവ് തെരഞ്ഞെടുത്ത പിതാവിന്റെ തെരഞ്ഞെടുപ്പിനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക്, ആ ക്രിസ്തു നമുക്ക് 4 കാര്യമാണ്. ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതി ശുദ്ധീകരണവും വീണ്ടെടുപ്പും. ക്രിസ്തുവിലായവരെ ഇത് 4 പറഞ്ഞാട്ടെ. ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. ചേർന്ന് പറ. ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. ഇത് 4 നിങ്ങൾക്ക് കിട്ടും എന്നല്ല, നിങ്ങൾ കേറിയിടത്തുണ്ട്. നിങ്ങൾ കേറിയത് യേശുവിലാണ്. ആ യേശുവിൽ ഇത് 4 ഉണ്ട്. ആരുടെ അകത്ത് തെളിയുന്നു അറിയത്തില്ല. നിങ്ങൾക്കറിയാതെ യേശുവിലാണ്. ആ യേശുവിൽ ഇത് 4 ഉണ്ട്. ഇന്ന് ശുദ്ധീകരണം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ വന്നിരിക്കുന്ന യേശുവിൽ ശുദ്ധീകരണമുണ്ട്. ഇന്ന് സൗജന്യ നീതി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ വന്ന യേശുവിൽ സൗജന്യ നീതിയുണ്ട്. ഹല്ലേലൂയ. അവൻ
വായിച്ചോ വാക്ക്. അവൻ നിങ്ങളോ പിതാവിനാൽ യേശുവിൽ ഇരിക്കുന്നു. ആ ക്രിസ്തുവിൽ നമുക്ക് ദൈവത്തെങ്കിൽ പിതാവിൽ നിന്ന് ജ്ഞാനം നീതി ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീരും എന്നല്ല, തീർന്നു. നെഞ്ചത്തോട് കരമമർത്തി വെച്ച് പറ, ജ്ഞാനം നീതി. ഉറക്കെ പറ, ജ്ഞാനം നീതി ശുദ്ധീകരണം വീണ്ടെടുപ്പ്. ഇത് എന്നിലുണ്ട്. എന്നിൽ വന്ന യേശുവിലുണ്ട്. ഉറക്കെ പറ, എന്നിൽ വന്ന യേശുവിലുണ്ട്. അവൻ എനിക്ക് അതായി തീർന്നു. അവൻ എനിക്ക് അതായി തീർന്നു. കുലഹീനമായതിനെ ഇങ്ങോട്ട് നിർത്തും. ഒരു കുലഹീനമായതിനെ ഇങ്ങോട്ടങ്ങ് നിർത്തും. നിർത്തിയിട്ട് ദൈവം പറയും, ഇവനൊന്നുമില്ലാത്തവനാ, പക്ഷെ ഞാൻ ഇവനെ എല്ലാം ഉള്ളവനാക്കുകയാണ്. കർത്താവേ, എന്തിനായത്? ഇവനെ കാണുന്നവർ എന്നെ കാണണം. ഇവന്റെ ജ്ഞാനം കേൾക്കുമ്പം മറ്റുള്ളവർ പറയണം, ഇവൻ എവിടുന്നാ ഇത് കിട്ടിയേ? അയ്യോ, കൊച്ചു പയ്യനാണല്ലോ, 17 വയസ്സേ ഉള്ളല്ലോ, ഇവൻ എവിടുന്നാ ഇത് കിട്ടിയേ എന്ന് ചോദിച്ചിട്ട് പറയണം, അയ്യോ, ഇത് 17 വയസ്സുകാരന്റെ ജ്ഞാനമല്ല, ഇത് മേളിൽ നിന്ന് ഇവന് കിട്ടിയതാ. അങ്ങനെ പറഞ്ഞിട്ട് അനേകർ ക്രിസ്തുവിനെ കാണണം. ഇവന് സംഭവിച്ച ശുദ്ധീകരണത്തിലൂടെ, ഇവന് കിട്ടിയ നീതിയിലൂടെ, ഇവന് കിട്ടിയ വീണ്ടെടുപ്പിലൂടെ, ഇവന് കിട്ടിയ ജ്ഞാനത്തിലൂടെ എല്ലാവരും ക്രിസ്തുവിനെ കാണണം. എന്തിനാ കർത്താവേ? ദൈവത്തിന്റെ ആ സ്ട്രാറ്റജി നിങ്ങളൊന്ന് അറിഞ്ഞേ. ഇന്ന് രാവിലെ നമ്മൾ വായിച്ച വാക്യം, വേലയ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ അയക്കുകയാണ് കർത്താവ്. അവരോട് പറയുന്നു, ചെരുപ്പ് പൊക്കണം, വടി സഞ്ചി പൊക്കണം, അത് തന്നെ, ഒന്നും കരുതണ്ട. കർത്താവേ, 2 ഉടുപ്പ് എടുക്കണ്ടേ? അപ്പൊ ഈ ഉടുപ്പ് ചവിളുമ്പോ എന്തു ചെയ്യും? കർത്താവേ, ചെരുപ്പിടാതെ മുള്ള്. യേശുവേ, സഞ്ചി എടുക്കാതെ എന്റെ സാമഗ്രികളൊക്കെ എങ്ങനെ സൂക്ഷിച്ചു വെക്കും? എന്നിട്ട് ഇതേ കർത്താവ് തന്നെ പറയുകയാണേ, ഏതേലും പട്ടണത്തിൽ ചെന്നാൽ അവിടെ ആരാ യോഗ്യനെന്ന് അന്വേഷിക്കുക, നല്ല വീട് എവിടെ ഉള്ളതെന്ന് അന്വേഷിക്കുക, അവനെ പോയി വന്ദനം ചൊല്ല്, അവനോട് പോയി പ്രൈസ് ദി ലോർഡ് പറ. ആ പട്ടണം വിട്ടു പോകുന്നവരെ ആ പട്ടണത്തിൽ, ആ വീട്ടിൽ പാർക്കുക. എന്നോടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നു, ഉള്ളവൻ ആരാന്ന് അന്വേഷിക്കാൻ. ഇതെന്നെ ഇടപാടാ കർത്താവേ. എന്നാ പിന്നെ ഞാൻ എൻ്റെ കൊണ്ട് ഇറങ്ങിയായിരുന്നു ഈ വായിച്ചു നടക്കേണ്ട ആവശ്യം വരുമായിരുന്നു. കേട്ടെ നിങ്ങൾ? എന്നോട് പറഞ്ഞു ചെരുപ്പെടുക്കണ്ട, എന്നോട് പറഞ്ഞു പുതപ്പെടുക്കണ്ട, എന്നോട് പറഞ്ഞു വടിയെടുക്കണ്ട. എന്നിട്ട് പറയാ, ഇതൊക്കെ ഉള്ളവന്റെ വീട് അന്വേഷിച്ചു. അവിടെ ആരാ വെൽത്തി എന്ന് അന്വേഷിക്കാൻ എഴുതിയേക്കുന്നേ? ആരാ ഹു ഈസ് റിച്ച്? അവിടെ ഇച്ചിരി ജോർജ് കുട്ടിയൊക്കെ ഉള്ള ആരാന്ന് അന്വേഷിക്കാൻ. അവനെ പോയി പ്രൈസിനോട് പറയാൻ, അവനെ പോയി വന്ദനം ചൊല്ലാൻ, അവനെ പോയി ഗ്രീറ്റ് ചെയ്തിട്ട് സമാധാനപുത്രൻ ആ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം ആ വീട്ടിൽ കയറും, നിന്നെ ആ വീട്ടിൽ കയറ്റും. ആ പട്ടണം വിട്ടു പോകുന്നവരെ ആ ഭവനത്തിൽ പാർക്കുക. നിനക്കുള്ളതെല്ലാം ഞാൻ ആ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഉടുപ്പിന്റെ അളവ് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ ഈയിടെ മേടിച്ച പുതിയ കാറുണ്ടല്ലോ, അത് സുവിശേഷത്തിന് വേണ്ടി ഓടാനുള്ളതാ. ആ പുതിയ റൂം ഈയിടെ പിടിച്ചില്ലേ, അത് സുവിശേഷകന് കിടക്കാനുള്ളതാ. കർത്താവേ, എന്നെ കൊണ്ട് എടുപ്പിക്കാതെ എന്നെ കൊണ്ട് അവന്റെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് അവൻ്റേത് എന്നെ കാണിച്ചിട്ട് അവൻ്റേത് എന്നെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് അവൻ്റേത് എന്നെ അനുഭവിപ്പിക്കാൻ എന്തിനാ കർത്താവ് ഇങ്ങനെ ചെയ്തത്? താഴേക്ക് വായിച്ചാൽ മനസ്സിലാകും. 31-ാമത്തെ വാക്യം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പുകഴുന്നവൻ നാളെ എടുത്തോണ്ടിറങ്ങിയ ഉടുപ്പിന്റെ പേര് പുകഴരുത്. ഞാൻ കൊണ്ടുവന്ന ഉടുപ്പാ ഞാൻ ഇട്ട, മിണ്ടിപ്പോരുത്. നീ ഒന്നുമില്ലാത്തവനായിട്ടാ ഇറങ്ങിയേ, ഞാൻ നിനക്ക് തന്ന ഉടുപ്പാ നീ ഇട്ടിരിക്കുന്നേ. ഹല്ലേലൂയ. നീ ഒന്നുമില്ലാത്തവനായിട്ടാ ഇറങ്ങിയേ, ഞാൻ തന്ന ചെരുപ്പാ നീ ഇട്ടിരിക്കുന്നേ. നിന്റെ തോളിൽ കിടക്കുന്ന സഞ്ചി പോലും നീ എടുത്തോണ്ടിറങ്ങിയതല്ല, ഞാൻ നിനക്ക് തന്നതാ. ഓ, ഇന്ന് എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? മതി എന്ന് പറയുവോളം നിങ്ങളെ അവൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും.
ഓ ഓ ഓ ഓ ഓ ഓ ഓ ആരൊക്കെ ആ വചനത്തെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ, അവരുടെ അടുക്കലേക്ക് ആ വചനം പുറപ്പെട്ടു വരികയാ. അവരോട് ആ വചനം പുറപ്പെട്ടു വരികയാ. അവരെ ഇന്ന് ആ വചനം തൊടുകയാ. അവരോട് ഇന്ന് യേശു തുറന്നു പറയുകയാ, ഞാൻ ഇതൊക്കെയാണ്, ഞാൻ ഇതൊക്കെയാണ്, എന്നിൽ ഇതൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം മുഴുവൻ എന്നിൽ, ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിലേക്ക് കയറിയപ്പോൾ ഇത് മുഴുവൻ എന്നിലുണ്ട്. എന്നിൽ യേശുവിലുള്ളതെല്ലാം യേശുവിൽ പ്രവേശിച്ചപ്പം എന്നിലും ഉണ്ട്. ഇനി എന്നാ ചെയ്യണ്ടേ? ഇനി ചോദിച്ചോണ്ടിരിക്കുകയല്ല, തരണേ, വരണേ, പോണേ, പിടിക്കണേ, ചോദിച്ചോണ്ടിരിക്കുകയല്ല. പിന്നെയോ ഇതെല്ലാം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുക. പിന്നെയോ ഓ യേശുവേ നന്ദി പറഞ്ഞു തുടങ്ങിയേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ജീസസ്. കുലമില്ലാത്തവന് കുലം, ബലമില്ലാത്തവന് ബലം, ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം, ഭോഷത്വമായതിലേക്ക് ജ്ഞാനം. ഇത് ഇന്ന് 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 ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയാണോ നിങ്ങൾക്കില്ലാത്തത് അവിടെ നിറഞ്ഞ് കവിഞ്ഞോണ്ടിരിക്കയാ. എത്ര പേരത് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. ആരോഗ്യത്തിന്റെ മേഖലയിലാണ് നിങ്ങൾ വീക്കെങ്കിൽ അവിടെ നിറഞ്ഞു കവിഞ്ഞോണ്ടിരിക്കുക, അവിടെ നിറഞ്ഞു കവിഞ്ഞോണ്ടിരിക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ തുടങ്ങി 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 തുടങ്ങി. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ, പിടിച്ചോ 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 പിടിച്ചോ. ഒരാൾക്ക് ഓ ജീസസ് 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 ജീസസ്. ഈ വചനം നിങ്ങളെ തൊടുന്നെങ്കിൽ മടിക്കണ്ട, ചാടി അങ്ങ് എഴുന്നേറ്റോണം. ആരെയും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ. ഈ വചനം നിങ്ങളെ തൊടുന്നെങ്കിൽ ഒന്നും നിൽക്കണ്ട. ഹല്ലേലൂയ. എവിടെയാണോ നിങ്ങൾക്ക് കുറവുള്ളത് അവിടം കർത്താവ് ഇപ്പോൾ തന്റെ വചനത്താൽ നിറയ്ക്കുകയാണ്. എല്ലാവരും എഴുന്നേക്കുന്ന കാര്യമല്ല പറഞ്ഞ്, ഈ വചനം എന്നെ തൊടുന്നു എന്ന് ഉറപ്പുള്ളവര് അവര് മാത്രം എഴുന്നേറ്റോ, അവരതിനെ സ്വീകരിച്ചോ. നിങ്ങളിലേക്ക് ആ വചനം വ്യാപരിക്കുക, ഈ വചനം നിങ്ങളിലേക്ക് വ്യാപരിക്കുക. ഉദാഹരണം ഞാൻ പറയാം, ശ്രദ്ധിക്കേ. എനിക്ക് പാടാൻ കഴിവില്ല എന്നിരിക്കട്ടെ, ആ കഴിവിലേക്ക് ആ കൃപ വ്യാപരിക്കും. പാട്ടുകാരായി നിങ്ങൾ ലജ്ജിച്ചു എന്നാ? എനിക്ക് പണ്ട് പാടാൻ കഴിവില്ലായിരുന്നല്ലോ, ഇപ്പോഴല്ല കഴിവായത്. സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, വ്യക്തികളിൽ വ്യത്യസ്തമായിരിക്കാം വീക്ക്നെസ്സുകൾ, കുറവുകൾ. അൻസ് എന്ന് പറയുന്ന വ്യക്തിയിൽ ചിലപ്പോൾ ഉള്ള ബലഹീനത എന്ന് പറയുന്നത് പെട്ടെന്ന് ക്ഷുഭിതനാകുന്നതായിരിക്കാം. പക്ഷെ അവിടേക്കിന്ന് വന്നങ്ങ് നിറയ കൃപ. എത്ര പേരത് കേട്ടു എന്നറിയത്തില്ല. നിങ്ങളുടെ ബലഹീനത എന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളെ വിളിച്ചവൻ അറിയാം. ഇന്ന് അവിടെ നിറച്ചിട്ട് ഇറക്കി വിടത്തുള്ളൂ. ഇന്ന് അവിടെ നിറച്ചിട്ട് ഇറക്കി വിടത്തുള്ളൂ. ഇന്ന് അവിടെ നിറച്ചിട്ട് ഇറക്കി വിടത്തുള്ളൂ. എന്റെ ബ്രദറെ, പെട്ടെന്ന് ടെൻഷൻ ആകുന്ന വ്യക്തിയാ ഞാൻ. സഹോദര, ഇന്ന് നിങ്ങളെ പണിയും കേട്ടോ. സഹോദരി, നിന്നെ ഇന്ന് പണിയും കേട്ടോ. ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയാ ഞാൻ കേട്ടോ. നിങ്ങളെ ഇന്ന് പണി തുറക്കും. കാരണം നിങ്ങൾ കേറിയിരിക്കുന്നിടത്ത് ഇതെല്ലാം ഉണ്ട്. അടുത്തിരിക്കുന്നവളെ ഒന്ന് വിളിച്ചേച്ച് അവരോട് പറഞ്ഞ്, നിങ്ങൾ കേറിയിരിക്കുന്നിടത്ത് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളിടത്താ നിങ്ങൾ കേറിയിരിക്കുന്നേ. പുറത്ത് നിൽക്കുന്നവരൊന്ന് പറഞ്ഞ്, ഇതെല്ലാം ഉള്ളിടത്താ നിങ്ങൾ കേറിയിരിക്കുന്നേ. ഒന്ന് പറഞ്ഞേ, ഇതെല്ലാം ഉള്ളിടത്താ നിങ്ങൾ കേറിയിരിക്കുന്നേ. ഇതിന് പുറത്ത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിനകത്തുണ്ട്. ഒരാളെ തൊട്ട് പറഞ്ഞ്, എല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഒന്ന് പറഞ്ഞ്, എല്ലാം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അറിയും തോറും എവിടെയാ നിറയേണ്ടത് അവിടേക്ക് നിറയുകയാണ്. ജോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനിൽ എവിടെയാ ഒരു ഫില്ല് ചെയ്യാനുള്ളത്, അതിന്ന് വന്ന് ഫില്ലാവുക. അതങ്ങ് വിശ്വസിച്ചേ, അതങ്ങ് വിശ്വസിച്ചേ, അതങ്ങ് വിശ്വസിച്ചേ. ഞാൻ പറയുന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നാ പറഞ്ഞേ എന്താണോ എന്നിൽ കുറവായിട്ടുള്ളത് അവിടേക്ക് വന്ന കൃപ അങ്ങ് നിറയുക. ആ കൃപ അങ്ങ് നിറയുക. അതാ ഈ വാക്യത്തിൽ കണ്ടേ, അതാ ഈ വാക്യത്തിൽ കണ്ടേ. ഇന്ന് കുറച്ച് വിഷയങ്ങളൊന്ന് പറഞ്ഞേ, കുറച്ച് കുറവുകളൊന്ന് പറഞ്ഞേ. സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടോ? ഉണ്ടെന്നങ്ങ് പറ. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ കേറിയിരിക്കുന്നിടത്ത് ധനവും പുരാതന സമ്പത്തും ഉണ്ട്. ഇന്ന് ഈ മനുഷ്യൻ പ്രാപിക്കേണ്ട അറിവ് എന്നാന്നറിയോ? ഞാൻ കേറിയിരിക്കുന്നിടത്ത് ഇതുള്ളത് കൊണ്ട് ഇനി ഞാൻ എന്തിനാ ദരിദ്രനായി തുടരുന്നേ?
ഈ തിരിച്ചറിവ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒഴുക്ക് ആ താഴ്ന്ന മേഖലയിലേക്ക് വ്യാപരിക്കും. എവിടെയാണോ താഴ്ചയുള്ളത് മേളിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഒലിച്ചിറങ്ങുന്ന കണ്ടിട്ടില്ലേ? ഇത് തന്നെയാ ഇന്ന് സംഭവിക്കുന്നത്. ഏത് മേഖലയിലാ താഴ്ചയുള്ള അവിടേക്ക് അവന്റെ കൃപ ഒഴുകിയിറങ്ങിയിട്ട്. ചില പദങ്ങൾ ഞാൻ പറയാൻ പോവാ. വേണ്ടിയവര് വിശ്വാസത്താൽ സ്വീകരിച്ചോണം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന ചില ഭോഷന്മാർ ഈ ദിവസങ്ങൾ എഴുന്നേക്കാൻ പോകും. ബലവാന്മാരെ ലജ്ജിപ്പിക്കുന്ന ചില ദൈവത്തിന്റെ ബലഹീനന്മാർ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. കുലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം തന്നെ കുലമായതിനെ വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കിയതിനെ ദൈവം നിർത്തുന്ന സമയമാണിത്. ഇത് അങ്ങനെ തന്നെ കർത്താവ് പറയാനായിട്ട് പറയുന്നു. ഏതുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് മൂലക്കല്ലായി മാറാൻ പോകുന്നു. തട്ടി 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 മാറി നിൽക്കും. അവനെ കേട്ടണ്ട. അവള് നീ ഒരു അക്ഷരം മിണ്ടണ്ട എന്ന് പറഞ്ഞെടുത്ത് തന്നെ ഒന്ന് സംസാരിക്കാമോ? നീ ഒന്ന് മിണ്ടാമോ? നിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? നീ അതിനെക്കുറിച്ച് എന്താ പറയുന്നേ? എന്നാ നിനക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളേ എന്ന് പറയത്തക്ക നിലയിൽ കാര്യങ്ങൾ മാറി മറിയുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞെട്ടണ്ട. നിങ്ങളുടെ കഴിവിനാലല്ല, നിങ്ങളുടെ പ്രാപ്തിയാലല്ല, നിങ്ങളിൽ വന്ന വിശുദ്ധന്റെ അഭിഷേകം. ഓ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലമെടുക്കുന്നവർ പോലും തഴഞ്ഞിട്ടത്, ഫലമെടുക്കുന്നവർ ഇതിനെ എടുക്കേണ്ടത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞിട്ടത്, കേടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടത്, ഇന്ന് അതിന്റെ മേൽ കർത്താവിന്റെ കണ്ണു പതിയുക. ഒരു നന്മയും വരത്തില്ലെന്ന് പറഞ്ഞ് ഏതേലും നസ്രത്തിനെ ഒഴിച്ചിട്ടിട്ടുണ്ടോ? അവിടുന്ന് തന്നെ നസ്രായൻ എഴുന്നേറ്റ് വരും. കേട്ടവർക്കായി സ്തോത്രം, കേട്ടവർക്കായി സ്തോത്രം, കേട്ടവർക്കായി സ്തോത്രം. ഒരു രാത്രി പോലും സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ദൂതന്മാരെ, ആ യജമാല വൃന്ദങ്ങളെ, യാട്ടിടയന്മാരെ, നിങ്ങൾക്ക് തന്നെ ആദ്യത്തെ പ്രത്യക്ഷത ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളിൽ കുറവുള്ളതിനെ ഫില്ല് ചെയ്യും. ആ ഫില്ലിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എത്ര പേർ എന്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണ്? ഇതാകുന്നു ആ സമയം. ആ ദൈവശക്തി ഇവിടെ വ്യാപരിച്ചോണ്ടിരിക്കുന്നു. ആ ഫില്ലിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറവുള്ളത് മുഴുവൻ നികത്തുന്ന ദൈവകൃപ ഇപ്പോൾ തന്നെ ഈ മുമ്പിൽ മുതൽ ഏറ്റവും പുറകിൽ വരെ വ്യാപരിച്ചോണ്ടിരിക്കുക. രണ്ട് കരം ഉയർത്തിക്കോ, മടിക്കാതെ ഉയർത്തിക്കോ. വിളിച്ചോ, നാമത്തെ വിളിച്ചോ, ആ നാമത്തെ വിളിച്ചോ, മടിക്കാതെ വിളിച്ചോ. കുറവ് പരിഹരിച്ച് ആ കൃപ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കുറവ് പരിഹരിച്ച് ആ കൃപ ഇറങ്ങിക്കൊണ്ടിരിക്കുക. സമൃദ്ധമായ കൃപ, സമൃദ്ധമായ കൃപ. എന്തെല്ലാം എവിടെയെല്ലാം കുറവുണ്ടോ അത് മുഴുവൻ നികത്തിക്കൊണ്ടിരിക്കുക. ലജ്ജിക്കണ്ട, ആരെയും നോക്കണ്ട. അകത്തെ ഹോളിൽ ഇരിക്കാൻ ഇടമില്ലാതെ, അകത്തെ ഹോളിൽ ഇടം ഇല്ലാതെ പുറത്തെ ഹോളിലെങ്കിലും ഇരിക്കുന്നവരെ, വെയിലത്ത് വഴിയിൽ നിൽക്കുന്നവരെ ഇന്ന് യേശു പറയുന്നു, എവിടെയാ നിനക്ക് തകരാറുള്ളത് അവിടം തന്നെ ഈ കൃപ ഇറങ്ങി വന്ന് നിറയ്ക്കുക. അവിടം തന്നെ ഈ കൃപ ഇറങ്ങി വന്ന് നിറയ്ക്കുക. അവിടം തന്നെ നിറയ്ക്കുന്ന ഈ കൃപ ഇറങ്ങി വരിക. അവിടെ തന്നെ ഈ നിറയ്ക്കുന്ന കൃപ ഇറങ്ങി വരിക. വിളിച്ചോ, രക്ഷിക്കാതെ വിളിച്ചോ യേശുവിന്റെ നാമം. കർത്താവേ, ഈ സമയത്ത് തന്നെ ഓരോ മക്കളുടെ മേലും സമൃദ്ധമായ ആ നിറയിറങ്ങി വരുന്നതിനായിട്ട്, സമൃദ്ധമായ ആ നിറവിറങ്ങി വരുന്നതിനായിട്ട്. ഓ
ഇന്ന് ഈ കൂട്ടത്തെ നോക്കിയിട്ട് യേശു ഇങ്ങനെ പറയുന്നു, ഒന്നിനും കുറവില്ലാത്ത കൂട്ടം, ഒരു കുറവ് ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത കൂട്ടം. ഇന്നിവിടെ വന്നിരിക്കുന്ന ആയിരങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ തിരിച്ചു പോകുമ്പം സകല ഉള്ളവനിൽ നിന്ന്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ നിങ്ങൾ ഇവിടുന്ന് പോകുന്നേ. ഇനി അത് പൊട്ടി പുറത്തേക്ക് ഒഴുകുക തന്നെ ചെയ്യും. ഇനി അതിനെ ലിമിറ്റ് ചെയ്യാൻ ഒന്നിനും കഴിയത്തില്ല. അത് പുറത്തേക്ക് പൊട്ടി 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 ഒഴുകുക തന്നെ ചെയ്യും. ആ കൃപയ്ക്കായിട്ട് നന്ദി, ആ കൃപയ്ക്കായിട്ട് നന്ദി. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ സമയത്ത് ടെലിവിഷനിലൂടെ ഞങ്ങളെ കാണുന്നവരെ, സൗഖ്യത്തിന്റെ പെരുമഴ നിങ്ങളുടെ വീട്ടിലേക്ക് പെയ്തിറങ്ങുന്നു. ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലിയെ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് സൗഖ്യമാക്കുന്ന അഭിഷേകം വ്യാപരിക്കുന്നു. ഒന്നുമില്ലാത്തവനെ എല്ലാം ഉള്ളവനാക്കി മാറ്റുന്ന കൃപ വ്യാപരിക്കുന്നു. ബലഹീനനെ ബലവാനാക്കി മാറ്റുന്ന കൃപ വ്യാപരിക്കുന്നു. അജ്ഞാനിയെ ജ്ഞാനിയാക്കി മാറ്റുന്ന കൃപ, ഏതുമില്ലാത്തതിനെ എല്ലാം ഉള്ളതാക്കി മാറ്റുന്ന കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ സമയത്ത് തന്നെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ പുഷ്ടി ഈ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. സകല ശാപവേരുകളും പൊട്ടട്ടെ. യേശുവിൽ അവരാരാണെന്നുള്ള അറിവിൽ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാവട്ടെ. ഒന്നുമില്ലാത്തതിനെ അങ്ങ് നിറയ്ക്കുന്നല്ല. ഇനി ആർക്കും നിന്റെ ശൂന്യത കാണാൻ കഴിയുകയില്ല. നിന്നിലെ ബലഹീനത ഇനി എത്ര സൂക്ഷിച്ചു നോക്കിയാലും അതിന്റെ ഒരു കണിക പോലും നിന്നിലുണ്ടാകയില്ലാതെ ആ ബലഹീനതയിലേക്ക് പകരുന്ന വലിയ ബലത്തിനായിട്ട് നന്ദി. യേശു എന്നെ തൊട്ടു പുതുജീവൻ നൽകി, എന്നാത്മസ്നേഹിതനേശുവേ, അവൻ എന്നെ തൊട്ടു പുതുജീവൻ നൽകി, അവൻ എന്നെ തൊട്ടു പുതുജീവൻ നൽകി, യേശു എന്നെ തൊട്ടു പുതുജീവൻ നൽകി, ഇന്ന് കുറ്റം കണ്ടുപിടിക്കുന്നവരോട് പറയാൻ കർത്താവ് പറയുന്നു, യേശു എന്നെ തൊട്ടു കേട്ടോ, യേശു എന്നെ തൊട്ടു. നിങ്ങൾ അന്വേഷിച്ചാൽ പോലും ഒരു കുറ്റം കാണാൻ പറ്റില്ല, ഒരു കണിക കാണാൻ കഴിയുകയില്ല. എത്ര പേർക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയും? കുറ്റം പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയവരുടെ ശ്രദ്ധയ്ക്ക് നോക്കിയിരുന്നേച്ചാ മതി. കുറ്റം കൂടാതെ എന്നെ മുൻപാകെ നിർത്തിയായ എൻ്റെ യേശുപാര എന്നെ മുറ്റും കുറ്റം കൂടാതെ എന്നെ മുൻപാകെ മുറ്റും നിർത്തി എൻ്റെ യേശുനാഥ, എന്നെ മുറ്റും നിർത്തി എൻ്റെ ഒരു കുറ്റവും കൂടാതെ, ഒരു കുറ്റവും കൂടാതെ നിർത്തുന്ന ആ കൃപ നിങ്ങൾക്ക് ഇന്ന് പകൽ ഇവിടെ അവൈലബിൾ ആണ്. അവൈലബിൾ ഫോർ യു. അത് നിന്റെ മക്കളുടെ മേൽ പ്രവഹിച്ചിറങ്ങുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കരമടിച്ചത് യേശുവിന്റെ മഹത്വം കൊടു. മാർച്ച് മാസം മുതൽ എന്നാ മകൻ മരിക്കുന്നേ? ജൂലൈ 21. ആ സമയം മുതലേ ഒരു ഭയം കയറിയിരിക്കുക. ഓ ജീസസ്, സാക്ഷ്യപ്പെടുത്തിക്കേ. ദൈവശക്തി നിങ്ങളുടെ മേൽ അടിക്കാൻ പോകുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവേ,
ശക്തി ഇറങ്ങുന്ന മകളുടെ മേൽ. നോക്കിക്കാട്ടെ എന്താ സംഭവിച്ചേ? മരവിപ്പ് അവിടെ ഉണ്ടോ നോക്ക്. ഇവിടെ വന്നപ്പോഴും മരവിപ്പായിട്ട് വന്ന് കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. ഇപ്പൊ അതില്ല. ശരിക്കും നോക്കിയോ ബ്രദറെ? ഇല്ലേ? ഇല്ല. കരമടിച്ചോ യേശുവിനെ മാത്രം. സന്തോഷത്തോടെ പോ. ആദ്യം മുതലേ ഭയങ്കര മുട്ടിന് വേദനയായിരുന്നു. കാൽമുട്ടിന് ഒരു ജോലിയും തേയ്മാനമുണ്ട്. അപ്പോൾ ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കാനോ ഒന്നും പറ്റുകയില്ലായിരുന്നു. ഇപ്പം കർത്താവിൻ്റെ ഒരു ശക്തി വന്നു. ഇപ്പം ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, യാതൊരു കുഴപ്പവും ആ മുട്ടിനില്ല. ശരിയാണ്. ഇപ്പൊ ഒരു പ്രയാസമില്ല. ഇപ്പൊ ഇല്ല. എന്താ പേര്? നിന്റെ പേരെന്താ? ഷജിമി. ഇരുന്ന് നോക്കിയോ? ഇരുന്നേ, ഒരു പ്രശ്നവും ഇല്ല. കരമടിച്ചോ യേശുവിനെ മഹത്വം കൊടുത്തു.